ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നൈറ്റ് വ്ളോഗാണ്. ഇത് എൻ്റെ ചാനലിലെ തേർഡ് വ്ളോഗാണ്. ബാക്കി രണ്ട് വീഡിയോയും ഞാൻ വോയിസ് ഓവർ ചെയ്തെടുത്തത്. ഇതെന്തായാലും ഞാൻ ഓൺ വോയിസിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എപ്പോഴും വോയിസ് ഓവർ ചെയ്തത് ശീലമായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും ഓൺ വോയിസിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം വൈകുന്നേരമായി, അമ്മ വിളക്കൊക്കെ കത്തിച്ചു. ഞാൻ ഇതാ കുളിച്ചിട്ടൊക്കെ വന്നു. ഇന്ന് നമുക്ക് പോയി ഇവിടെ ഒരു ഡെയിലി ഒരു നാമജപമുണ്ട്. നാമം ജപിച്ചിട്ട് രാത്രിയിലത്തെ ഫുഡും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. എങ്ങനെയാകുമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഓൺ വോയിസിൽ സംസാരിച്ചൊരു വ്ളോഗ് എടുക്കുന്നത്. മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ മാക്സിമം ബെറ്റർ ആക്കാൻ നോക്കാം കേട്ടോ. അമ്മ അവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നാമം ജപിക്കാം. ഞാൻ കാണിച്ചു തരാം പൂജാമുറിയൊക്കെ. ഗൈസ്, ഇതാണ് നമ്മുടെ പൂജാമുറി. നമ്മളിവിടെ 3 വിളക്ക് കത്തിക്കും കേട്ടോ. ഇവിടെ ലക്ഷ്മി വിളക്ക്, ഇത് ഒരു പൂജാമുറി, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പൂജാമുറി. ഇങ്ങനെ 2 വിളക്ക് നമ്മൾ കത്തിക്കും കണ്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ പൂജാമുറി. ഒരുപാട് ഫോട്ടോസൊക്കെ വെച്ചൊരു വലിയ പൂജാമുറിയായി നമ്മുടെ. മറ്റേത് ചെറുതാട്ടോ. മറ്റേ റൂമിലാണ്, മറ്റേ പൂജാമുറിയിലാണ് പത്തായമൊക്കെ ഉള്ളത്. കാണിച്ചു തരാം കേട്ടോ. പത്തായമൊക്കെ ഉണ്ട്. ആണ് നമ്മുടെ അകത്തെ പൂജാമുറി കേട്ടോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൂജാമുറി ഇതാണ്. കാരണം ഒരുപാട് ദൈവങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. വെങ്കടേശ്വര സ്വാമി, ഗണപതി, മുരുകൻ, അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ ദിവസവും വൈകുന്നേരം ലളിതാ സഹസ്രനാമം ചൊല്ലും. അതിവിടെ നിർബന്ധമുള്ള കാര്യം കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് ബാക്കി കാണിച്ചു തരാം. പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് വന്നു. ഇനി നമ്മൾ ഡിന്നർ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഉച്ചയ്ക്കെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിളി കരയുന്നതാണ്. ഉച്ചയ്ക്കെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കൂഞ്ഞ് തോരനും പിന്നെ കൂണ് മെഴുക്കുരട്ടിയും സാമ്പാറും ബുൾസയും സലാഡുമാണ്. ബുൾസയും സലാഡും ഇപ്പോൾ ഉണ്ടാക്കണം. ഇന്ന് നമ്മൾ ബുൾസൈ മാറ്റി പിടിച്ച് ഓംലേറ്റ് ഉണ്ടാക്കിയാലോന്നൊരു പ്ലാൻ ഉണ്ട്. അമ്മയോട് ചോദിച്ചിട്ട് അവർക്ക് എങ്ങനെയാണോ അതുപോലെ ഉണ്ടാക്കാം. ഇന്നത്തെ ഡിന്നർ ഞാനാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ സലാഡ് അരിഞ്ഞു വെക്കാം. അപ്പ ഇപ്പം അമ്പലത്തിൽ പോയേക്കും. അപ്പം വന്നിട്ടില്ല. അപ്പം അപ്പ വരുമ്പം തൈര് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം സലാഡ് നല്ലോണം റെഡിയാക്കി വെച്ചിട്ട് ബാക്കി രാവിലത്തെ തോരനും ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ബുൾസയും കൂടെ ഉണ്ടാക്കി ഇന്നത്തെ ഡിന്നർ റെഡിയായി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം ഓൺ വോയിസിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര പാടാട്ടോ. ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും നമിച്ചു പോവുകയാണ്. കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ നമുക്ക് ഈ ക്യാമറയെ നോക്കി സംസാരിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടത്തൂടില്ല. നമ്മൾ മനസ്സ് വിചാരിക്കുന്നതായിരിക്കില്ല നമ്മൾ ക്യാമറയെ പറയുന്നത്. ഞാൻ കുറേ ടേക്ക് എടുത്തിട്ടാട്ടോ ഒരു വീഡിയോ എടുക്കുന്നത്. അത്രയും പാടാണ്. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിക്കുമ്പം അതങ്ങ് ശരിയായി വരും. പക്ഷേ ആദ്യത്തെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല പാടാട്ടോ. പിന്നെ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചെടുക്കുക, ഇങ്ങനെ കൈ എപ്പോഴും നമ്മളിങ്ങനെ സെൽഫി ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും. കൈയൊക്കെ വേദന എടുക്കും കേട്ടോ. എനിക്കിപ്പോഴാണ് അതൊക്കെ മനസ്സിലായത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തുവാട്ടെ, നമുക്ക് ഡിന്നർ ഇന്ന് സെറ്റാക്കാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ കൂഞ്ഞ്. സോറി ഗൈസ്, കൂഞ്ഞല്ല, ഇത് വാഴയ്ക്ക തോരനാണ്. വാഴയ്ക്ക തോരൻ ഇവിടെ റെഡിയാണ്. ഇതാ ചോറ് ഇവിടെ റെഡിയാണ്. ചോറുണ്ട്. ഇനി നമുക്ക് കൂഞ്ഞ് മെഴുക്കുവരട്ടിയും കൂടി ഉണ്ട്. ഇതാ സാമ്പാർ ഇവിടെ റെഡിയാണ്. അതൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. പിന്നെ ഇതിൽ കൂഞ്ഞൻ റെഡിയാണ് കേട്ടോ. ഐ തിങ്ക് ഇതാണ് കൂഞ്ഞൻ റെഡിയാണ്. നമുക്കിതെല്ലാം ഒന്ന് ചൂടാക്കുക, ഓംപ്ലേറ്റ് അടിക്കുക, സാലഡ് ഉണ്ടാക്കുക. ഇത്രയും ഉണ്ടെങ്കിൽ കാര്യം സെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഓംപ്ലേറ്റിന് സാലഡിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയാം. ഞാൻ എന്താ സലാഡിനും പിന്നെ നമ്മുടെ ഓംപ്ലേറ്റിനും വേണ്ടിയിട്ടുള്ള സവോളയും പച്ചമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണ് നീരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ 2ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ കണ്ടോ, അതിൻ്റെ നീരിങ്ങനെ ഇടുന്നത് കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ വൈറ്റാണ്, അത് അതിൻ്റെ നീര്. അപ്പം നമുക്ക് കണ്ണ് അത്ര എരിയല്ല, നമുക്ക് ഈസി ആയിട്ട് അരിയാം കണ്ടോ. സവോള വേഗം അരിയാം. ഇവിടെ പൂച്ചകളെല്ലാം കൂടെ അടിയുണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് നീളത്തിലരിഞ്ഞാലും അല്ലാതെ ചെറുതായിട്ട് അരിഞ്ഞാലും ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ അരിയണം. എങ്കിലും എനിക്ക് അത്ര ഇഷ്ടമാവുന്നു. അപ്പോഴേ നമുക്ക് വേഗം എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പൊതുവെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ അടുക്കള പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ നല്ലപോലെ ചെയ്യും. ഇത്രയും സവോള വേണ്ടായിരിക്കും, നമുക്ക് നോക്കാം. ഇതിൻ്റെ ഭയങ്കര സൗണ്ടായിരിക്കും അല്ലേ.
അമ്മയൊക്കെ പുറത്തൊരു അത്യാവശ്യത്തിന് പോയേക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാകുമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പോരായ്മകളാണ്, നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ വെള്ളത്തിലിടുമ്പോൾ കുറച്ച് നേരം ഇടണം കേട്ടോ. ഒരു 50 മിനിറ്റ്സെങ്കിലും മിനിമം ഇടണം, ഇല്ലെങ്കിൽ ആ നീറ്റൽ മാറില്ല. ഞാനിപ്പം അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ടത് അപ്പോഴേ അരിഞ്ഞു, അതുകൊണ്ട് നല്ല നീറ്റലുണ്ട്. ഇതിന് ഇത്രയും മതിയായിരിക്കും, ഇത്രയും വേണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് അരിഞ്ഞ് നോക്കാം എന്താകും. ഈ തടിയിൽ ഇങ്ങനെ അരിയുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. സ്റ്റീലിൽ അതിൽ സൗണ്ടാണ്, തടിയാണ് പിന്നെയും ഭേദമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കത്തിക്ക് മൂർച്ചയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഇവിടുത്തെ ലൈറ്റിൻ്റെ ഒരു ട്യൂബ് പോയതുകൊണ്ട് ലൈറ്റിനൊരു നല്ല പ്രശ്നമുണ്ട്. അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക. ഞാനിവിടെ റിംഗ് ലൈറ്റൊക്കെ വെച്ചു, പക്ഷേ അത്രയും വെളിച്ചം ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ എന്തായാലും ഈ സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് കാണിക്കാവേ. ഗൈസ്, അങ്ങനെ നമ്മൾ സവോളയും പച്ചമുളകും അരിഞ്ഞു. ഇപ്പം തന്നെ അത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇവിടെ ബാക്കി ഒരു സവോളയും അത്രയും പച്ചമുളകും ഉണ്ട്. അത് വെള്ളം ഇതാക്കിയതല്ല, ഈ സവോളയുടെ കറയാട്ടോ. നമുക്കിനി മുട്ട പൊരിക്കണം, പിന്നെ സലാഡും ഉണ്ടാക്കണം. ഞാൻ ഇടയ്ക്ക് മറന്നു കേട്ടോ, ഞാൻ എന്തുണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തതെന്ന്. ഇത്രയും വേണ്ട, ഇത് ബാക്കി മാറ്റി ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇത്രയും സവോളയുടെ ആവശ്യമില്ല, നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് 2 ക്യാമറയിൽ ഇപ്പം പകുതിക്ക് ഒരു ക്ലാരിറ്റി, പകുതിക്ക് വേറൊരു ക്ലാരിറ്റി തോന്നും. ബിക്കോസ് അത് 2 ഫോണിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. മറ്റേ ഫോണിൽ ചാർജ് തീർന്നു. അതുകൊണ്ട് ഞാനിപ്പം വേറൊരു ഫോണിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മളപ്പം ആദ്യം സലാഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എനിക്ക് സലാഡ് ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നതാണ് ഇഷ്ടം. കാരണം എനിക്കിങ്ങനെ അല്ലാതെ പച്ചമുളക് ഇങ്ങനെ കടിക്കാൻ കിട്ടരുത്, എനിക്ക് അതിൻ്റെ എരിവ് കിട്ടിയാൽ മതി. കടിക്കാൻ കിട്ടുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടു. നമുക്കിപ്പോൾ എടുത്ത് മാറ്റാമല്ലോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച അത്രയും സവോളയില്ലേ, അത്രയും സവോള തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വെറുതെ ഫ്രിഡ്ജിൽ വെക്കണ്ട. നമുക്കിപ്പോൾ സലാഡ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇങ്ങനെ സവോള തന്നെ വെക്കുന്ന ഒരു രാവിലെ ആകുമ്പോൾ കേടായാലും ഇതിപ്പം ഇന്ന് തന്നെ മിക്കവാറും തീരും. കാരണം ഇവിടെ സലാഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി സവോള സലാഡിനും ബാക്കി ഓംലേറ്റിനും ബാക്കി മാറ്റി വെച്ചു. പിന്നെ പച്ചമുളകും അരിഞ്ഞു വെച്ചു കേട്ടോ. ഓംലേറ്റ് ഇപ്പോൾ 2 ആൾക്കാരേ ഉള്ളൂ, 2 പേർക്ക് ഓംലേറ്റ് മതി. അതുകൊണ്ട് നമുക്ക് സലാഡ് ആദ്യം ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സലാഡൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ ഫസ്റ്റ് വ്ലോഗായതുകൊണ്ട് ഞാൻ അതും കാണിച്ചു കേട്ടോ. ഇവിടെ സലാഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ബാക്കി വന്നാൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാമല്ലോ. ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേന്ന് സവോള മാറ്റിയെടുത്ത് അപ്പോൾ അതിനൊരു വേറൊരു രുചിയാണ്. എനിക്കത് ഇഷ്ടമല്ല. സവോള എടുക്കുമ്പോൾ ഫ്രഷായിട്ട് എടുക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. ഇങ്ങനെ കട്ടി തൈരാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ തൈരിൻ്റെ ആളാണ്. എനിക്ക് തൈരില്ലാതെ ഒരു ദിവസം പോലും. തൈര് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്താൽ നല്ലപോലെ മിക്സ് ചെയ്താൽ സലാഡ് റെഡി. ഇനി ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ആ എരിവ്, പച്ചമുളകിൻ്റെ എരിവെല്ലാം ഇറങ്ങുമ്പോൾ നല്ല എരിവിൽ നല്ല സലാഡ് കിട്ടും. നമ്മുടെ സലാഡ് റെഡിയായി. ഇനി അത് അടച്ച് വെക്കാം. സലാഡ് റെഡി. നമുക്കിനി ഓംലേറ്റ് ഉണ്ടാക്കാം. ഓംലേറ്റ് ഇവിടെ ആകെ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിന് ഒരു മുട്ട എടുത്തു, പക്ഷെ അത് കേടായിരുന്നു. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇപ്പം നമ്മൾ വേറെ മുട്ട എടുത്തു. ഞാനൊരു പുതിയ ട്രൈപോഡ് മേടിച്ചു, പക്ഷേ അതിൻ്റെ മെക്കാനിക്സ് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നല്ല എരിവാണ്, നല്ല പച്ചമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് സവോള ഇട്ട് കൊടുത്ത് മുട്ടയിൽ എപ്പോഴും ഉപ്പ് കൂടുതലാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇത്
ഇതിൽ ഞാൻ കുരുമുളക് ഇടുന്നില്ല കേട്ടോ. നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ഇടാറുണ്ട്, പക്ഷേ ഇതിൽ ഞാൻ കുരുമുളക് ഇടുന്നില്ല. നമുക്ക് ആദ്യം കല്ല് ചൂടാക്കാൻ വെക്കാം. ഇത് ചൂടാവാൻ ഇച്ചിരി താമസമുണ്ട്. നമുക്ക് ആദ്യം കല്ല് ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ എപ്പോഴും ചൂടാക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കും, ചൂടായോ എന്ന് അറിയാൻ വേണ്ടി. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യണേ. ആ കല്ല് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട നല്ലപോലെ മിക്സ് ചെയ്യാം. കല്ല് ചൂടാവുന്ന നേരത്ത് നമുക്ക് നമ്മുടെ കൂഞ്ഞൊന്ന് ചൂടാക്കാൻ വെക്കാവേ. ഗ്യാസിന് ഷോർട്ടേജ് ആയതുകൊണ്ട് നമ്മൾ കൂടുതലും അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ചൂടാക്കാനായതുകൊണ്ട് വെച്ചേക്കാം കേട്ടോ. കല്ലിവിടെ ചൂടാവുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അമ്മയ്ക്ക് ഓട്സ് മതിയെന്ന് പറഞ്ഞു. അപ്പം തോരനും ബാക്കി സാധനങ്ങൾ നമ്മുടെ അത്രേ എടുക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഞാൻ അമ്മയ്ക്ക് ഇച്ചിരി ഓട്സും കൂടെ ഉണ്ടാക്കിയാൽ നമ്മുടെ ഡിന്നർ സെറ്റായി. അതവിടെ കിടന്ന് ചൂടായിട്ട് നമുക്ക് നമ്മുടെ ബുൾസൈ ഇടാം. എനിക്ക് എപ്പോഴും ബുൾസൈനെ വരുള്ളൂ. ഇത് ഓംലേറ്റാണ് ഗൈസ്, ബുൾസൈ വേറെയാണ്. ഞാൻ എപ്പോഴും മുട്ട പൊരിക്കുന്നതിന് ബുൾസൈനെ പറയും. ആ നേരത്തിന് അങ്ങനെയുള്ള ഓട്സും കൂടെ വേഗം സെറ്റാക്കാം. ഇത് മറ്റേ മൾട്ടിഗ്രെയിൻഡ് ഓട്സ് ആട്ടോ. ഐ മീൻ കുറേ നട്ട്സും അങ്ങനെയെല്ലാം നമ്മുടെ ഓട്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും ആൻഡ് ടേസ്റ്റിയും ആയിരിക്കും ഓഫ് കോഴ്സ്. ഓ ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മുടെ ഓട്സ് അവിടെ റെഡിയാവുന്നു. കാണാമോ? നമ്മുടെ മുട്ട റെഡിയായിട്ടുണ്ട്. നമ്മുടെ സാലഡും കൂണും അവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട എടുത്ത് വെച്ചിട്ട് ഓട്സും കൂടെ റെഡിയായ നമ്മുടെ ഡിന്നർ സെറ്റായി. നമുക്കത് എല്ലാം ശരിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. എനിക്കിങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയായിട്ടോ. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കേൾക്കുന്നത്. സോ അതാ നമ്മുടെ ഡിഷസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ റെഡിയായ സെറ്റ്. അതായത് സലാഡ് റെഡി, കൂണ് തോരൻ, അതാ നമ്മുടെ മുട്ടയും റെഡി. നമുക്ക് നമ്മുടെ ഓട്സും കൂടെ സെറ്റായ കാര്യം റെഡിയായി. ഇതാ ഓട്സ് റെഡിയാവുന്നുണ്ട്. ഒന്ന് കുറുകിയാൽ മാത്രം മതി. ഞാൻ വെള്ളം മാത്രം ഒഴിച്ചിട്ടാട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മുടെ പംകിൻ സീഡ് അങ്ങനത്തെ എല്ലാ നട്ട്സും അങ്ങനെ എല്ലാം ഉള്ളതാണ്. നമ്മളല്ലാതെ ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് ഓട്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇതും കൂടെ റെഡി ആയിട്ട് ഞാൻ കാണിക്കാമേ. ഇതാ നമ്മുടെ ഡിഷസ് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മുട്ട റെഡി, സാലഡ്, കൂൺ, നമ്മുടെ ഓട്സും റെഡി, ചോറ് ഇതാ അവിടെ റെഡിയാണ്. നമുക്ക് കഴിച്ചാൽ മാത്രം മതി കേട്ടോ.
അങ്ങനെ നമ്മുടെ ഡിഷസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്നും വലുതൊന്നുമല്ല, പക്ഷേ ഒരു പീസ് ഓഫ് ഹാപ്പിനെസ് ആണ്. ഇങ്ങനെ ചെറുതാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു നല്ലതെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ. ചോറ് അവിടെ റെഡിയാണ്, നമ്മുടെ സാധനം റെഡിയാണ്, നമുക്ക് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പോയി കഴിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇനി അങ്ങനെ വേറെ പരിപാടിയില്ല കേട്ടോ. എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അതും കൂടെ എഡിറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങും. ഇനി രാത്രിയിൽ അങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. എല്ലാവരും അവരവരുടേതായിട്ടുള്ള ജോലികളിലേക്ക് പോയേക്കാണ്. ബാക്കിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു 10 മണിയായി, ഇപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ കിടക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് റുട്ടീൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ നൈറ്റ് റുട്ടീൻസൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.